ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ പിസ്സയാണ്. അതും ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കുഴക്കൊന്നും വേണ്ട, നല്ല പരത്തൊന്നും വേണ്ട. നമ്മൾ നല്ല സിമ്പിളായിട്ട് തന്നെ ബ്രെഡ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ നമുക്കിത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വേണം, അത് ഓപ്ഷനിലാണ്. പിന്നെ ബ്രെഡ്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത്, പിന്നെ ചീസ് വേണം, മൊസറല്ല ചീസ്, പിന്നെ നമുക്ക് ടൊമാറ്റോ സോസും വേണം. ആദ്യം ഇതുപോലത്തെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഓയിലോ വെളിച്ചെണ്ണ എന്താണ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്കിത് വെച്ച് കൊടുക്കണം. 4 ബ്രെഡ് എടുത്തിട്ട് നമുക്ക് 4 സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കണം. നമ്മൾ ഒരു ഇതുപോലെ വരാൻ പാടില്ല, നമ്മളൊന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കണം. ഇനി നമുക്കൊരു സൈഡ് ആകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, നമ്മളിത് കരിയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ചൂടായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഒരു ഫോക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസ് ആണ്. നമുക്ക് പിസ്സ സോസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, നമ്മുടെ കയ്യിൽ ഇപ്പം അതില്ല. അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ ചെറുതാക്കി അരിഞ്ഞ ഉള്ളിയാണ് വേണ്ടത്. അങ്ങനെ നമ്മളത് കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് വെജിറ്റബിൾസ് ഒന്നും കടിക്കണ്ട, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ഇത് ചെറുതാക്കി അരിഞ്ഞ തക്കാളി വെച്ച് കൊടുക്കുന്നത്, അതും നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കം നമ്മൾ പിന്നെ കുറച്ചൊക്കെ കഴിക്കും, അതുകൊണ്ട് നമ്മളത് കുറച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ഇതാണ് നമ്മളെ ലുക്ക് വന്നിട്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് വേണ്ടത്. നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് അധികം വെച്ചെടുക്കുന്നുണ്ട്, കാരണം ചിക്കൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ, അങ്ങനെ നമ്മൾ കുറച്ച് അധികം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മളിവിടെ കുറച്ചുണ്ടായപ്പോൾ നമ്മൾ കുറച്ച് വെച്ച് കൊടുത്തതാണ്. ചിക്കനും ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെച്ചിട്ടുള്ള ലുക്കാട്ടോ ഇത്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ എല്ലാം കൂടി താക്കി കൊടുക്കുന്നുണ്ട്, കാരണം അതും നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് കുറച്ചധികം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു, പക്ഷെ നമുക്ക് ഒന്നും ആകാത്ത പോലെ തോന്നിയപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് ബ്രെഡ് വെക്കുമ്പോൾ നമ്മൾ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ബ്രെഡ് ഇവിടെ നല്ല കരിഞ്ഞ് കിട്ടും. നമുക്ക് ഇനി എല്ലാതും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. നമ്മളെ ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നേരെ നമ്മളൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം വെക്കാൻ, ഇല്ലെങ്കിൽ ഈ ബ്രെഡ് നമുക്ക് ഇങ്ങനെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള നമുക്ക് വളരെ സിമ്പിളായിട്ട് ബ്രെഡ് വെച്ചുണ്ടാക്കാൻ പറ്റുള്ള ഒരു പിസ്സയാണ് ഇത്. കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്, കാണാൻ മാത്രമല്ല കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു അടിപൊളി പിസ്സ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പിസ്സൻ്റെ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.